ഗൈസ് പുതിയൊരു വീഡിയോ കേസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഗൈസ് 2 അപ്ഡേറ്റ് ആയിട്ടാണ് ഇന്ന് വീഡിയോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഗൈസ് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ പെരേഡൈസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞ് കുറേ റൂമർ ഉണ്ടായിരുന്നു. ഞാനും ഇട്ടിട്ടുണ്ടായിരുന്നു റൂമർ. ഗൈസ് ഇപ്പം പെരേഡൈസ് തിരിച്ചു വന്നിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിലോട്ടിലല്ല, മുംബൈ സിറ്റിയിലോട്ട് പെരേഡൈസ് തിരിച്ചു പോയി. മുംബൈ സിറ്റി പെരേഡൈസിനെ സൈൻ ചെയ്തിട്ടുണ്ട്. മുംബൈ സിറ്റി നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത് പെരേഡൈസ്. അപ്പം പെരേഡൈസിനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ബംഗളൂരുവിൽ നിന്ന് മുംബൈയിലോട്ട്. ഗൈസ് ഒഫീഷ്യലായിട്ട് തന്നെ മുംബൈ സൈൻ ചെയ്തെന്ന് വന്നിട്ടുണ്ട് പെരേഡൈസിനെ. ഗൈസ് പെരേഡൈസ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിലോട്ട് വരത്തില്ല, കാരണം മാനേജ്മെൻറ്റുമായിട്ടുള്ള പ്രോബ്ലം ഒക്കെയാണ്. മാനേജ്മെൻറ്റിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ ആയിരിക്കും പെരേഡൈസ് വരാതെ. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ആരെ കമൻറ്റ് ചെയ്യണേ. ഗൈസ് അടുത്ത പിടിയെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഗൈസ് ഇപ്പം മിലോസൊക്കെ പോയതുകൊണ്ട് നമുക്കൊരു നല്ല ഡിഫൻഡറിനെ വേണം. ഇപ്പം ഒരു ഡിഫൻഡറിനായിട്ട് നമ്മൾ മുമ്പോട്ട് വന്നിട്ട് യാക്കോബ് എന്ന് പറയുന്ന ഒരു ഡിഫൻഡറിനെ, ഒരു സൂപ്പർ ഡിഫൻഡർ തന്നെയാണ്. 28 വയസ്സുള്ള ഒരു എക്സ്പീരിയൻസ് പ്ലെയറും കൂടാണ്. ഇപ്പം യാക്കോബ് കളിക്കുന്ന ലീഗ് 27 കളിൽ 2 ഗോൾ 1 അസിസ്റ്റൊക്കെ കൊടുത്തിട്ടുള്ള ഒരു പ്ലെയറാണ്. ഒരു സെൻറ്റർ ബാക്കാണ്, നന്നായിട്ട് കളിക്കുന്ന ഒരു താരം തന്നെയാണ്. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു റൂമറാണ് ഇത് വന്നിട്ടുള്ളത്, സ്വന്തമാക്കാൻ മുമ്പോട്ട് വന്നിട്ടുണ്ടെന്ന് യാക്കോബ് എന്ന് പറയുന്ന ഒരു പ്ലെയറിന്. എന്തായാലും മിലോസ് പോയാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പകരമാണ് ഇപ്പം പുത്തൻ റൂമർ വന്നിരിക്കുന്നത്. ഗൈസ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് താരെ കമൻറ്റ് ചെയ്യണം, ഈ പ്ലെയർ വരുമോ ഇല്ലയോ എന്നൊക്കെ. അപ്പം ബൈ ഗൈസ്.